ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഒരൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹം നാടുകടത്തപ്പെട്ടു. എത്തിപ്പെട്ടതോ അന്യദേശക്കാർക്ക് യാതൊരു പരിഗണനയും നൽകാത്ത നാട്ടിൽ. അന്യനാട്ടുകാർ എന്ന് കണ്ടാൽ മർദ്ദിക്കുകയും വേണ്ടി വന്നാൽ കൊന്നുകളയുകയും ചെയ്യുക അവിടെ സാധാരണമായിരുന്നു. ഒരു ദിവസം ജനക്കൂട്ടം അദ്ദേഹത്തെയും പിടിച്ചു കൊന്നുകളയുമെന്ന് അവർ ആക്രോശിച്ചു. അദ്ദേഹം വിനയാധീനനായി ചോദിച്ചു, ഇനിയും എന്തിനാണ് നിങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത്? നിങ്ങളുടെ ഈ നാട് പോലെ മനോഹരമായ നാട്ടിൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാനായി ജനിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് തന്നെ എനിക്ക് ലഭിച്ച വലിയ ശിക്ഷയാണ്. ഇനിയുള്ള കാലമെങ്കിലും നിങ്ങളുടെ ജീവിതം കണ്ടു പഠിക്കാനും ഈ മനോഹരമായ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അനുഭവിപ്പാനും അവസരം തരണമെന്നാണ് എൻ്റെ അപേക്ഷ. ആ വാക്കുകളിൽ സന്തുഷ്ടരായ ജനം അദ്ദേഹത്തിന് സുരക്ഷിതമായ താമസ സൗകര്യം ഒരുക്കിക്കൊടുത്തു. അന്ധത ബാധിച്ച ആൾക്കൂട്ടത്തെ അനുനയിപ്പിക്കാനുള്ള എളുപ്പമാർഗം അവരുടെ അന്ധതയെ പ്രകീർത്തിക്കുക എന്നതാണ്. അതുതന്നെയാണ് ധന്യനായിരിക്കുന്ന പൗലോസ് അഥേനയിൽ ചെയ്തത്. പ്രവർത്തന പുസ്തകം 17-16 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അഥേനയിലുള്ള ജനത്തിൻ്റെയും അവിടെയുള്ള ശ്രേഷ്ഠന്മാരുടെ മധ്യേ സുവിശേഷത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്നതാണ് കാണുന്നത്. അഥേന ആ കാലത്തെ കല, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവയുടെ കേന്ദ്രമായിരുന്നു. എങ്കിലും തൻ്റെ പ്രസംഗമധ്യേ ആ നിലയിലുള്ള വിജ്ഞാനങ്ങളൊന്നും വെളിപ്പെടുത്താതെ ആത്മീയ വിഷയങ്ങൾ ആത്മീയമായ ലൈനിൽ തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. സെനഗോഗുകളിൽ യഹൂദന്മാരോടും യവനന്മാരോടും പൗലോസ് സംഭാഷിച്ചു പോന്നു. ചന്തസ്ഥലങ്ങളിൽ കേൾക്കാൻ തൽപരരായവരോട് പ്രസംഗിച്ചു. ഇങ്ങനെ എപ്പിക്കൂര്യരും സ്റ്റോയിക്കരുമായ തത്വജ്ഞാനികളുമായി അഭിമുഖത്തിന് അവസരമുണ്ടായി. എപ്പിക്കൂര്യർ എപ്പിക്കുറസ് എന്ന ദാർശനികൻ്റെ പിൻഗാമികളും സ്റ്റോയിക്കർ അദ്വൈതവാദികളുമാണ്. ജ്ഞാനത്തിനു വേണ്ടിയുള്ള അന്വേഷണമല്ല, മറിച്ച് സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നതാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നായിരുന്നു എപ്പിക്കൂര്യരുടെ തത്വശാസ്ത്രം. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിനു വേണ്ടി എന്തുമാകാമെന്ന് പഠിപ്പിച്ചിരുന്നു എന്ന് സാരം. സ്റ്റോയിക്കുകളാകട്ടെ വൈകാരികതയിൽ അധിവസിക്കുന്ന ജ്ഞാനം സുഖത്താലോ ദുഃഖത്താലോ മാറ്റം ഭവിക്കാത്തതും പ്രകൃതി നിയമങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നതുമാണ് എന്ന് പഠിപ്പിച്ചു. തികഞ്ഞ ഭൗതികവാദികളായിരുന്നുവെന്ന് പറയാം. ഈ രണ്ട് തത്വശാസ്ത്ര പാഠശാലകളിലെ ആളുകൾ പൗലോസ് സംസാരിക്കുന്നത് കേട്ടിട്ട് പൗലോസിന് പുതിയൊരു പേര് കൊടുത്തു, വിടുവായൻ. 18-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20-ാം വാക്യത്തിൽ നീ ചില അപൂർവ കാര്യങ്ങളുടെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്ന് വ്യക്തമായി ഞങ്ങൾക്കറിയണം എന്ന് പറഞ്ഞ് പൗലോസിനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്നു. അരയോപക കുന്നിന്മേൽ എന്ന് പറഞ്ഞാൽ അഥേനക്കാരുടെ ഉന്നത അധികാര സഭ കൂടി വരുന്ന സ്ഥലം. നമ്മുടെ അറിവിൽ പറഞ്ഞാൽ സുപ്രീം കോർട്ട് എന്ന് പറയാം. അവിടെ വിസ്താരമോ വിധിയോ അല്ല നടന്നത്. അധികാരികളുടെയും പുരുഷാരത്തിൻ്റെയും മുമ്പാകെ പൗലോസ് പഠിപ്പിക്കുന്ന സംഗതികളെക്കുറിച്ച് വിവരിപ്പാൻ ദൈവം നൽകിയ അവസരമായിരുന്നു അത് എന്ന് പറയാം. അധികാരികളുടെയും പുരുഷാരത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് ജനത്തെ കയ്യിലെടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത് ശ്രദ്ധാർഹമാണ്. അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ചുറ്റുനടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന എന്നെഴുതിയ ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്ന് ഉപക്രമമായി പറഞ്ഞു തുടങ്ങിയിട്ട് വിഷയാവതരണത്തിന് ഒടുവിൽ ഉപസംഹാരത്തിലെത്തുന്ന പ്രസംഗ ശൈലിയെ ശ്ലാഘിക്കേണ്ടതാണ്. പ്രസംഗമധ്യേ വിഷയത്തിൻ്റെ കൊഴുപ്പ് കൂട്ടാൻ കവിവരന്മാരുടെ വരിയിൽ നിന്ന് എടുത്ത് ഉദ്ധരണികളും മേമ്പൊടിയായി ചേർത്ത് ഉള്ള ആ പ്രസംഗപാഠവും അനുകരണീയവുമാണ്. ആ പ്രസംഗം കൊണ്ടും ദൈവം മഹത്വമെടുത്തു എന്നുള്ളത് ചിലരുടെ മാനസാന്തരത്തിലൂടെ വെളിപ്പെട്ട സത്യമാണ്. 34-ാം വാക്യത്തിൽ ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപകസ്ഥാനിയായ ദിയോനുസോസും ദമരീസ് എന്നു പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നുവെന്ന്
രേഖപ്പെടുത്തിയിരിക്കുന്നു. അജ്ഞാതദേവന എന്ന മേലെഴുത്തുള്ള വേദിക്കല്ല് അപ്പസ്തലൻ്റെ ഓർമ്മയിൽ വന്നു. അത് തൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയവുമായി. പ്രസ്തുത മേലെഴുത്തിൽ സുപ്രധാനമായ 2 വസ്തുതകൾ കണ്ടു. 1, ദൈവാസ്തിക്യം. 2, ദൈവാസ്തിക്യത്തെപ്പറ്റി അധ്യയനങ്ങൾക്കുള്ള അജ്ഞത. ഈ സമയം സത്യദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനുള്ള പ്രകാശനം പൗലോസിന് ലഭ്യമായി. ദൈവഭക്തിയുടെ വിപരീത ദിശയിലേക്ക് ഒഴുകുന്ന അരുവികളെ ശരിയായ പാതയിൽ ഒഴുക്കുവാൻ പൗലോസ് ശ്രമിക്കുന്നുണ്ട്. ദൈവിക സത്യങ്ങൾ ജനത്തിനു മുമ്പിൽ അവതരിപ്പാനുള്ള ഏറ്റവും നല്ല ഉപാധി ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. ദാവീദ് 19-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ്. റോമാലേഖനം 1:20 ധന്യനായ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നിത്യശക്തി, ദിവ്യത്വം മുതലായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ തൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യബുദ്ധിക്ക് തെളിവായി മനസ്സിലാകത്തക്ക വിധം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. പ്രവൃത്തിയുടെ പുസ്തകം 17:24 ലോകവും അതിൽ ഉള്ളതൊക്കെയും സൃഷ്ടിച്ചത് ദൈവമാണ് എന്നും താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും നൽകുന്നവനുമാണ് എന്നും പ്രസംഗിച്ചു. പ്രസംഗത്തിൻ്റെ താല്പര്യം എന്തെന്ന് വെച്ചാൽ, മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ട, മറിച്ച് ദൈവം മനുഷ്യന് വേണ്ടതൊക്കെ കൊടുപ്പാൻ ശക്തനാണ് എന്നത്രേ. തുടർന്ന് മാനവോൽപത്തിയെക്കുറിച്ച് ആണ് സംഭാഷിക്കുന്നത്. ആദ്യ മനുഷ്യനായ ആദാമിൽ നിന്ന് സകല മനുഷ്യരും ഉണ്ടായി. സൃഷ്ടിക്ക് സൃഷ്ടാവിനോടുള്ള ബന്ധത്തെ കൂടുതൽ സ്പഷ്ടമാക്കുവാൻ അവനുണ്ടായിരുന്ന കവിവരന്മാരുടെ എഴുത്തുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നുമുണ്ട്. 28-ാം വാക്യത്തിൽ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറയുമ്പോൾ മനുഷ്യരെല്ലാവരും സൃഷ്ടിപരമായി ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് എന്ന് വരുന്നു. ഈ കാലത്ത് ഉള്ള കവികളും അതിനെ സാധൂകരിച്ചിട്ടുണ്ട്. ഒരച്ഛനമ്മയ്ക്ക് പിറന്ന മക്കൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം എന്നെഴുതി മേൽ പ്രസ്താവന ശരിവെച്ചവരും ഉണ്ട്. ഒരു നിലയിൽ അത് ശരിയല്ലേ? ഏത് നിലയിലും അത് ശരിയാ. നാമൊക്കെ പരസ്പരം പല കാര്യത്തിലും വ്യത്യാസം കാണുകയും പറയുകയും ചെയ്യുന്നവരാ. എന്നാൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്ന് റോമാലേഖനം 3:23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ കാര്യത്തിൽ എല്ലാവരും ഒന്നുപോലെയാ. അതിൻ്റെ പ്രത്യേകതകൾ വെളിപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഓരോ ജീവിതവും മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ പോയാൽ ശിക്ഷിക്കപ്പെടും എന്നത് നിശ്ചയമാണ്. എന്നാൽ മാനവരാശിയുടെ ശിക്ഷ യേശു ഏറ്റെടുത്ത് കുരിശിൽ പ്രായശ്ചിത്തയാഗമായി തീർന്ന് 3-ാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. അതിനാൽ മരണാനന്തര ജീവിതമുണ്ടെന്നും മനുഷ്യൻ മരിച്ചാലും ജീവിക്കുമെന്നും തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ കഴിഞ്ഞ കാലങ്ങളിലെ വീഴ്ചകളും താഴ്ചകളും ദൈവം കണക്കിടുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് അവിടുന്ന് സകല മനുഷ്യരോടും കൽപ്പിക്കുന്നു. ഈ കൽപ്പന കേട്ട് അനുസരിച്ചവരായ ഞങ്ങൾ അതിൻ്റെ സമാധാനം അനുഭവിക്കുന്നവരാണ്. ആ ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.